بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് യഥാർത്ഥ മുവഹിദുകളായി തഖ്വയോടെ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഖല്ല ഇന്നഹാ ലള നസ്സാഅതൻ ലിശവ, തീർച്ചയായും ഇതാണ് നരകം, അത് തലയോട്ടിയുടെ തൊലിയെപ്പോലും കരിച്ചു കളയുന്നതാണ്. കഠിനവും ശക്തവുമായ, ഒരിക്കലും നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത വേദനകൾ നൽകുന്ന നരകാഗ്നിയെക്കുറിച്ചുള്ള താക്കീതുകളാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കാന യുഅല്ലിമുഹും ഹാദ ദുആ കമാ യുഅല്ലിമുഹും സൂറത മിനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ഇത്ര പ്രാധാന്യത്തോടെ നമ്മൾ നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നബി പറഞ്ഞു, ഖൂലു, നിങ്ങൾ ചൊല്ലുവിൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ്. അതായത് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ നബി പഠിപ്പിച്ചൊരു ദിക്റാണ്. നിസ്കാരത്തിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടാറുണ്ടായിരുന്നില്ല. അതേപോലെ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ജീവിത മരണങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ അവസാനത്തിൽ അല്ലാഹുവോട് രക്ഷ ചോദിക്കും. ചില റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുമ്മ റബ്ബ ജബറായീല വ മീകായീല വ ഇസ്രാഫീൽ അഇദ്നി മിൻ ഹർരിൻ നാരി വ അദാബിൽ ഖബർ. ഈ ഒരു പ്രാർത്ഥന ചൊല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് മുമ്പ് നബി ഇങ്ങനെ പ്രാർത്ഥിക്കും, ജിബ്രീലിന്റെയും മീകായിലിന്റെയും റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, എന്നെ നീ നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷിക്കണേ, അഇദ്നി മിൻ ഹർരിൻ നാർ വ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഓരോരുത്തരുടെയും തിന്മയുടെ നിലവാരമനുസരിച്ച് നരകത്തിന്റെ ശിക്ഷ ഏറിയും കുറഞ്ഞു വിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി 7 ദറക്കകൾ, ദറക്കാത്തെന്നാ പറയാം, 7 തരത്തിലുള്ള തീക്ഷ്ണതകളാണ് നരകത്തിന്റെ ശിക്ഷക്ക്. ഈ ഓരോ ദറക്കയിലേക്കും ഓരോ വാതിലുകൾ, അങ്ങനെ 7 വാതിലുകളാണ്. അതിലൊന്നിന്റെ പേരാണ് ഇപ്പൊ നമ്മൾ ലള എന്ന് വായിച്ചത്. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ റജുലുൻ ഖതലഹു നബിയ്യുൻ ഔ ഖതല നബിയ്യൻ വ ഇമാമു ദലാലത്തിൻ. ആരാണ് ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? ഒന്നുകിൽ ഒരു നബിയുടെ ആയുധമേറ്റ് മരിച്ചവൻ, അതായത് നബി തന്നെ ഒരാളെ കൊന്നു, എത്ര വലിയ തമ്മാടിയായിരിക്കും അയാൾ. ആരാണോ നബി, ഒരു നബി ഏതൊരാളെയാണോ കൊന്നിട്ടുള്ളത്, ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഒരാൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അത് ഉബയ്യ് ബിൻ ഖലഫാണ്. അതേപോലെ പല നബിമാരും യുദ്ധങ്ങളിൽ പങ്കെടുത്ത സമയത്ത് അവരുടെ കൈകൾ കൊണ്ട് ശത്രുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരാണ് നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നവർ, അല്ലെങ്കിൽ നബിമാരെ കൊന്നവർ. ഇസ്രായേലി പ്രവാചകന്മാർ പലരും കൊല ചെയ്യപ്പെട്ടവരാണ്. അമ്പിയാക്കളെ കൊന്നുകളഞ്ഞ ആളുകൾ നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരാണ്. ആ കൂട്ടത്തിൽ കൂടെ പറഞ്ഞത് ഇമാമു ലലാലത്തിൻ, ജനങ്ങളെ ബിദ്അത്തുകളിലേക്ക് ലലാലത്തിലേക്ക് നയിക്കുന്ന ഒരു നേതാവ്. അവരാണ് നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞിട്ടുണ്ട്, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ മൻ ലഹു നഅലാനി വശിറാകാനി മിൻ നാർ. തീർച്ചയായും നരകത്തിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ ഏറ്റുവാങ്ങുന്നവൻ, അവന് തീയിൽ നിന്നുള്ള ഒരു ചെരുപ്പും ആ ചെരുപ്പിന്റെ തീയിൽ നിന്നുള്ള ഒരു വാറും ഉണ്ടായിരിക്കും. അങ്ങനെ തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് അവനെ ധരിപ്പിക്കും. വേറെ ചില റിപ്പോർട്ടിലുള്ളത് തൂലൗഫി അഹ്മത്തി ഖദമൈഹി ജംറതാനി, തീക്കട്ടകളുടെ 2 കല്ലുകൾ അവന്റെ ഉള്ളംകാലിൽ വെച്ചു കൊടുക്കും. കാലിന്റെ അടിത്തട്ടിൽ അത് ആ 2 കല്ലുകളിൽ കയറി നിൽക്കാൻ പറയും. അങ്ങനെ കയറി നിൽക്കേണ്ട താമസം യഗ്ലി മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജൽ ഐൽ ഖിദർ. അതായത് അവൻ ആ കല്ലുകളിലേക്ക് കയറി നിൽക്കുമ്പോഴേക്കും വറചട്ടി അതിലെ വെള്ളം താഴെ തീ കൊടുത്ത് തിളപ്പിച്ചാൽ തിളച്ചു മറിയുന്നത് പോലെ ഈ തീക്കട്ടകളിലേക്ക് അവൻ കയറി നിൽക്കുമ്പോൾ അവന്റെ കാലുകൾ ഈ തീയിന്റെ ചെരുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ തലച്ചോറ് തിളച്ചു മറിയാൻ തുടങ്ങും. അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന പോലെ അവന്റെ തലച്ചോറ് പൊട്ടിയൊഴുകാൻ തുടങ്ങും. മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബൻ വഇന്നഹു ലഅഹ്വനുഹും അദാബ. ഒരാളും അന്നേ ദിവസം ഇതാണ് ഏറ്റവും കഠിനമായ ശിക്ഷ എന്ന് മനസ്സിലാക്കാതിരിക്കില്ല. എന്നാൽ അതാകട്ടെ ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരുത്തന്റെ ധാരണ ഇതാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടവന്റെ ഗതി എന്തായിരിക്കും? ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, തീർച്ചയായും നരകം അത് പതിസ്ഥാനമാണ്. അതിങ്ങനെ നരകവാസികളെ കാത്തിരിക്കുകയാണ്. സിറാത്ത് എന്ന പാലത്തിലൂടെ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നരകാഗ്നി അതിന്റെ ചുറ്റും, അല്ലെ, ഫലഖതഹമൽ അഖബ, അഖബ അവർ താണ്ടിക്കടന്നിട്ടില്ല. എന്താണ് അഖബ എന്ന് പറഞ്ഞാൽ? വമാ അദ്റാക മൽ അഖബ, നിനക്ക് അഖബ എന്താണ് എന്നറിയാമോ? ഫഖു റഖബ ഔ ഇത്റാമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്തറബ. പ്രയാസപ്പെടുന്നവന്റെ ഭാരത്തെ പെരടിയിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കലാണ്, അടിമയെ മോചിപ്പിക്കലാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, മിസ്കീനുകളെ സംരക്ഷിക്കലാണ് അഖബ. എന്താണ് അഖബ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അഖബയെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ജബലുൻ ഫിന്നാർ, നരകത്തിലെ പർവ്വതങ്ങളാണ്. നരകത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾ താണ്ടിക്കിടക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നരകത്തിൽ വീഴാതെ, നരകത്തിലേക്ക് ആകർഷിക്കപ്പെടാതെ ആ സിറാത്ത് എന്ന പാലം കടന്ന് സ്വർഗത്തിലേക്ക് എത്താനുള്ള മഹാഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ, നരകത്തിൽ വീണവരോട് പറയും, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ശിക്ഷയല്ലാതെ അത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല. നരകത്തിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ശിക്ഷയും ചൂടും വേദനയും അതിന്റെ പുഴയലുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ ഉഈദൂ ഫീഹാ, ഏതൊരുത്തൻ നരകത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ നരകത്തിലേക്ക് ആഴ്ത്തപ്പെടും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാതിരിക്കാനൊരു നിവൃത്തിയില്ല. ആഗ്രഹിച്ചാലോ നിലവിലുള്ള ശിക്ഷയേക്കാൾ കൂടും. നരകത്തിലെ ശിക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ശിക്ഷയാണ്. ശിക്ഷയല്ലാതെ മറ്റൊന്നും അവിടെ കൂടാനില്ല എന്ന് ഖുർആൻ കൃത്യമായി താക്കീത് ചെയ്തിട്ടുണ്ട്. സൂറത്തു നിസായിൽ കാണാം, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറ, തീർച്ചയായും നമ്മുടെ തെളിവുകളെ, ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകൾ, ഖുർആനിനെ തള്ളിയവർ, അവരെ നരകത്തിൽ നാം കരിച്ചു കളയുന്നതാണ്. കുല്ലമാ നളിജതു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയസൂഖുൽ അദാബ്, നരകാഗ്നി അവരുടെ തൊലിയെ കരിച്ചു കളയുമ്പോഴെല്ലാം പുതിയ തൊലി അവർക്ക് നിർമ്മിച്ചു കൊടുക്കും, പകരമായി നൽകപ്പെടുന്നതാണ്. എന്തിനു വേണ്ടി? അവർ ശിക്ഷ ആസ്വദിക്കുന്നതിനു വേണ്ടി. തൊലി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വേദന അനുഭവിക്കുന്നത്. ആ തൊലി കരിഞ്ഞു പോകുമ്പോഴെല്ലാം
പുതിയ തൊലി നൽകും. ഏത്? ഈ നിസ്സാരമായ ചെറിയ തൊലിയല്ല. നരകത്തിലേക്ക് ഒരാൾ വീണു കഴിഞ്ഞാൽ അവിടെ അയാൾ വലിയ രാക്ഷസന്മാരായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തീർച്ചയായും നരകവാസികൾ ഭീമമായി വളർത്തപ്പെടും. നരകത്തിൽ വലിയ വലിപ്പമുള്ളവരായിരിക്കും. നരകത്തിൽ വീഴുന്ന ഒരു അവിശ്വാസിയുടെ അണപ്പല്ല് അല്ലെങ്കിൽ തേറ്റപ്പല്ല് എന്ന് പറയുന്നത്, അണപ്പല്ലോ അല്ലെങ്കിൽ പുളിപ്പല്ലോ ഒക്കെ അത് ഉഹുദ് മലയോളം വലുപ്പമുണ്ടാകും. ഒരു പല്ലിന് അത്രയും വലുപ്പമുണ്ടെങ്കിൽ ആ വായി എത്രമാത്രം വലുപ്പമുള്ളതും വികൃതവുമായിരിക്കും. അവന്റെ തൊലിയുടെ കട്ടി അത് 3 ദിവസത്തെ വഴിദൂരമാണ്. ഒരാൾ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്താൽ 3 ദിവസം തുടർച്ചയായി യാത്ര ചെയ്താൽ എത്ര ദൂരം പോകും? അവന്റെ തൊലിയുടെ കട്ടി ഏതാണ്? നരകത്തിലെ ഏറ്റവും കുറഞ്ഞ കട്ടി ഏതാണ്? മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇന്ന ഗിലദ ജിൽദിൽ കാഫിരി 40 ദിറാൻ. വേറെ റിപ്പോർട്ടിൽ 70 ദിറാൻ, 70 മുഴം. ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 70 മുഴമാണ് നരകത്തിൽ ഒരു കാഫറിന്റെ തൊലിയുടെ കട്ടി. അല്ലെങ്കിൽ 3 ദിവസം നടക്കാനുള്ള അത്രയും വഴിദൂരം. ഇത്രയും കട്ടിയുള്ള തിങ്ങി നിറഞ്ഞ മാംസങ്ങളുമായിട്ടാണ് ഓരോരുത്തരും നരകത്തിലേക്ക് പതിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാർ മസീറത്തു സലാസത്തി അയ്യാമിൻ ലിറാകിബിൽ മുസ്രിഅ്. അതിവേഗം സഞ്ചരിക്കുന്ന ഒരുത്തൻ 3 ദിവസം തുടർച്ചയായി സഞ്ചരിച്ചാൽ എത്ര ദൂരമെത്തും? അത്രയുമാണ് നരകത്തിൽ പതിച്ച ഒരു കാഫിറിന്റെ 2 ഷോൾഡറുകൾക്ക്, 2 ചുമലുകൾക്കിടയിലുള്ള വലുപ്പം. അത്രയും വലിയ. അപ്പൊ നമ്മൾ ഈ ചെറിയ ആളുകൾ അല്ല, ഈ 5.5 അടി 6 അടി അല്ല നരകത്തിലുണ്ടാവുക. വലിയ രാക്ഷസന്മാരായിരിക്കും എല്ലാവരും നരകത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ല. ഉള്ളതുപോലെ കൃത്യമായിട്ട് പറയും. അസ്വാദിഖുൽ മസ്തൂഖ്, സത്യം പറയുന്നവനാണ് നബി. നബി എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. അപ്പോൾ സത്യപ്പെടുത്തപ്പെടേണ്ടവരും സത്യം പറയുന്നവരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് നരകാഗ്നിയിൽ പതിക്കുന്ന ഭീമരൂപികളായ അവിശ്വാസികളെയും മുനാഫിക്കുകളെയും സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ചങ്ങലകളിൽ ബന്ധിച്ചാണ്. മുഖറനീന ഫിൽ അസ്ഫാദ്, കഴുത്തുകളിൽ ചങ്ങലകളിൽ കോർക്കപ്പെട്ട നിലയിലാണ് ഓരോരുത്തരെയും നരകത്തിലേക്ക് വീഴ്ത്തുക എന്ന് ഖുർആനിലുണ്ട്. ചങ്ങലകളിൽ ബന്ധിച്ച് കാലിന്റെ സ്ഥാനത്ത് മുഖം താഴെയും കാല് മീതയും, അങ്ങനെ പരുക്കന്മാരായ ഗിലാദും ശിദാദും, കഠിനന്മാരും പരുക്കന്മാരും വലിയ വലുപ്പമുള്ളവരും ഭയപ്പെടുത്തുന്നവരുമായ മലക്കുകൾ അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് എറിയും. ഒരു ഹദീസിൽ ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് ഇടപെടുന്നത് വരെ മുഖങ്ങളിൽ അവർ വലിച്ചിഴക്കപ്പെടും എന്നാണ് നരകാഗ്നിയെ സംബന്ധിച്ച് അതിലേക്ക് ആളുകളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ആ അപമാനത്തിന്റെയും വേദനയുടെയും രംഗത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഫീ സിൽസിലത്തിൻ, ചങ്ങലകളിലാണ്. സറുഹാ, ആ ചങ്ങലയുടെ മുഴം എന്ന് പറഞ്ഞാൽ 70 ദിറാൻ, 70 മുഴം വലുപ്പമാണ്. ഫസ്ലുകൂ, ആ ചങ്ങലകളിലേക്ക് പ്രവേശിക്കുക എന്ന് അല്ലാഹു പറയും. ചങ്ങലകളിലേക്ക് കോർത്തെടുത്തിട്ടാണ് 70 ആളുകൾ അല്ലെങ്കിൽ 100 ആളുകളെ, ഒരേ നിലവാരത്തിലുള്ള തിന്മകൾ ചെയ്ത ആളുകളെ ടീമായിട്ട് അവരുടെ കഴുത്തുകളെ ഇങ്ങനെ പരസ്പരം ചങ്ങലകൾ കൊണ്ട് ചേർത്ത് എല്ലാവരെയും നരകത്തിലേക്ക് മുഖത്തിൽ വലിച്ചു കൊണ്ടുപോയി വലിച്ചെറിയുന്ന രംഗമാണ് ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ചങ്ങലകളെ പരിചയപ്പെടുത്തുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നൽകിയ തഫ്സീർ ഇബ്നു കസീർ കൊടുക്കുന്നുണ്ട്. 70 ദിറാൻ ബിദിറായിൽ മലക്, 70 മുഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മുഴമല്ല, മറിച്ച് മലക്കുകളുടെ 70 മുഴമാണ്. എന്നിട്ടോ ഫതുദ്ഖിലു ഫീ ദുബുരിഹി വതുഖ്രിജു മിൻ മിൻഖരിഹി, അവന്റെ പിൻഭാഗത്തുകൂടെ ഗുദഭാഗത്തുകൂടെ ഈ ചങ്ങല കയറ്റുകയും എന്നിട്ട് അവന്റെ നാസാരന്ധ്രങ്ങൾ മൂക്കിലൂടെ ആ ചങ്ങല പുറത്തേക്ക് കൊണ്ടുവരും. ചില റിപ്പോർട്ടിൽ കാണാം തുദ്ഖിലു ഫീ ഫീഹി വതുഖ്രിജു മിൻ ദുബുരിഹി, ചങ്ങലകൾ അവന്റെ വായിലൂടെ പ്രവേശിപ്പിച്ചിട്ട് അവന്റെ ഗുദത്തിലൂടെ അവന്റെ പിൻഭാഗത്തുകൂടെ ആ ചങ്ങലകൾ പുറത്തു കൊണ്ടുവരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തന്നെ പറഞ്ഞു, കാടപ്പക്ഷികളെ പൊരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കമ്പികളിൽ കോർത്തെടുക്കാറില്ലേ, അതിന്റെ വായ്ഭാഗവും പിൻഭാഗവുമാണ് കയറ്റുക. കാടുകളെയും കോഴികളെയും ഒക്കെ ഇങ്ങനെ കമ്പിയിൽ കയറ്റുന്നത് അതിന്റെ വായ കയറ്റും, എന്നിട്ട് അതിന്റെ പിൻഭാഗം, എന്നിട്ട് കമ്പിയിലൂടെ ഇങ്ങനെ കോർത്തു വെക്കും വരിക്ക് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്രകാരം കാടപ്പക്ഷികളെ കമ്പിയിൽ കോർത്തെടുക്കുന്നത് പോലെയാണ് അവിശ്വാസികളെ നരകത്തിൽ ചങ്ങലകളിൽ 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ കോർത്തെടുത്തുകൊണ്ട് നരകത്തിൽ കരിച്ചു കളയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നരകത്തിന്റെ രൂപം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ഉരിളത് അലയ്യന്നാർ, എന്റെ അരികിൽ നരകം പ്രദർശിപ്പിക്കപ്പെട്ടു. ഫഅഖ്ബല ഇലയ്യ മിൻഹാ ശൈഉൻ, അതിൽ നിന്ന് ചില ഭാഗങ്ങൾ എന്റെ അരികിലേക്ക് അടുത്തു വന്നു. ഹത്താ ദനാ, അടുക്കുന്നതുവരെ ബിമകാനി ഹാദാ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് നരകത്തിന്റെ നാളങ്ങളിൽ നിന്ന് ചിലത് എന്റെ അരികിലേക്ക് വന്നു. ഫഹശീതു അൻ തഗ്ശാകും, ആ നരകം ഇങ്ങനെ അടുത്തു വന്ന് എന്റെ പിറകിൽ നിസ്കരിക്കുന്ന നിങ്ങളെല്ലാം അത് പൊതിഞ്ഞു കളയുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, വഅന ഫീഹിം, ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, നീ നരകത്തിൽ ഞങ്ങളെ കരിക്കുകയാണോ? അപ്പൊ അത് പറഞ്ഞപ്പോൾ ഫസറഫഹാ അൻകും, നിങ്ങളിൽ നിന്ന് ആ നരകത്തി തിരിഞ്ഞുപോയി. ഫഅദ്ബറത ഖിതഅൻ കഅന്നഹ സറാബി, എന്താണ് അത്? പരവതാനി പോലുള്ള കഷ്ണങ്ങളായി. ഒരു പരവതാനി, ഒരു കാർപ്പറ്റ് വിരിച്ചാൽ അതുപോലെയുള്ള തീന്റെ കഷ്ണങ്ങളായി അതെന്റെ അരികിൽ നിന്ന് പിറകോട്ട് തന്നെ ഒഴിഞ്ഞുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഗ്രഹണ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിസ്കാരത്തിലായിരിക്കെ നേരിട്ട് നരകാഗ്നി ദർശിച്ചു. അത് സ്വഹാബികളുടെ അരികിലേക്ക് പോകുന്നതായി നബിക്ക് തോന്നി. ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഞങ്ങളെ ഈ നരകത്തിൽ കരിച്ചു കളയുകയാണോ റബ്ബേ എന്ന് ചോദിച്ചപ്പോൾ ആ നരകം പിൻവാങ്ങി. നരകത്തിന്റെ വലുപ്പവും അതിന്റെ രീതിയുമാണ് അങ്ങനെ വലിയ കാർപ്പറ്റുകൾ കണക്കെയാണ് നരകത്തിന്റെ തീനാളങ്ങൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ തീപ്പൊരികളെ സംബന്ധിച്ച് ശറരിൻ കൽ ഖസർ, അത് കൊട്ടാരം കണക്കെയുള്ള തീപ്പൊരികൾ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് ചിതറിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തീപ്പൊരിയും ഒരു കൊട്ടാരത്തിന്റെ അത്ര വലിപ്പമുണ്ടാകും. ഒരു തീനാളത്തിൽ നിന്ന് വലിയ കാർപ്പറ്റുകൾ കണക്കെയുള്ള ഒരു തീനാളത്തിൽ നിന്ന് കൊട്ടാരം കണക്ക് വലിപ്പമുള്ള തീപ്പൊരികളാണ് ചിതറിത്തെറിക്കുന്നത് എന്നും ഖുർആൻ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നരകത്തിന്റെ ആഴത്തെ സംബന്ധിച്ച് ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ തവണ മനസ്സിലാക്കി. 490 കോടി മലക്കുകൾക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരാൻ മാത്രം നരകത്തിന് വലിപ്പമുണ്ടായിരുന്നു. ആഴമേറിയ നരകം, ആ നരകത്തിന് 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ, അവരാണ് വലിച്ചിഴച്ചു കൊണ്ടുവരിക എന്ന് നേരത്തെ നാം മനസ്സിലാക്കി. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇൻതലത് വതഖൂലു ഹൽ മിൻ മസീദ്, നാം നരകത്തോട് ചോദിക്കും, നിറഞ്ഞുവോ? നരകം പറയും, ഇനിയും ആരെങ്കിലും കൂടുതലായി വരാനുണ്ടോ? ധാരാളം കാഫറുകളെ, 1000 ആളുകൾ, 999 എണ്ണവും നരകത്തിലേക്കാണ് എറിയപ്പെടുന്നത്. ഒരാൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് അർഹതയുള്ളവർ ഉണ്ടാവുക. ആ ന്യൂനപക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, നരകത്തിന് വേണ്ടിയാണ് ജിന്നിലെയും ഇൻസിലെയും ഭൂരിപക്ഷത്തെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആ നരകത്തിലേക്ക് അവിശ്വാസികളെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ചങ്ങലകളിൽ ബന്ധിച്ച് 70 100 വരുന്ന ടീമുകളായി നരകത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി എല്ലാ തലമുറകളിലെയും അവിശ്വാസികളെ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. റബ്ബ് ചോദിക്കും, നരകമേ നീ നിറഞ്ഞുവോ? നീ അലിൻ തലത്തി, നീ നിറഞ്ഞോ? നരകത്തിൽ നിറച്ചും ആളുകളായോ? വതഖൂലു, നരകം തിരിച്ചു പറയും, ഹൽ മിൻ മസീദ്, എത്ര വേണമെങ്കിലും വന്നോട്ടെ, അത്രമാത്രം ആഴമുണ്ട് നരകത്തിന് എന്നർത്ഥം. കോടിക്കണക്കിന് അവിശ്വാസികൾ, കോടിക്കണക്കിന് ഫാജിറുകൾ, മുനാഫിക്കുകൾ ആ നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷവും ഇനിയും എത്ര വേണമെങ്കിലും ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയും വിശാലതയുമുള്ളതാണ് നരകമെന്ന് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി പറഞ്ഞു, ലാ തസാലു ജഹന്നമു യുൽഖാ ഫീഹാ വതഖൂൽ ഹൽ മിൻ മസീദ്, നരകത്തിലേക്ക് ഓരോ സമൂഹത്തെയും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇനിയും കൂടുതൽ ആരെങ്കിലും വരാനുണ്ടോ? എത്ര വേണമെങ്കിലും വന്നുകൊള്ളട്ടെ എന്ന് നരകം പറയും. എത്രത്തോളം? ഹത്താ യലാ റബ്ബുൽ ഇസ്സത്തി ഫീഹാ ഖദമഹു, അല്ലാഹു അവസാനം അവന്റെ കാൽപാദങ്ങൾ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് മീതെ വെക്കും. അതുവരെ നരകം കാഫറുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കും.
റബ്ബ് അവന്റെ കാൽപാദം, റബ്ബിന്റെ കാൽപാദങ്ങളെ കുറിച്ച് നമുക്കറിഞ്ഞുകൂടാ. ഹദീസുകളിൽ എന്താണോ വന്നത് അത് അപ്രകാരം വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. റബ്ബിന്റെ കാൽപാദങ്ങൾ ആ നരകത്തിനു മീതെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരകത്തിന്റെ തീനാളങ്ങളൊക്കെ പിൻവാങ്ങാൻ തുടങ്ങും, അത് നിർത്താൻ തുടങ്ങും. റബ്ബിന്റെ ഇസ്സത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞിട്ടുണ്ട്, അശംസു വൽ ഖമറു മുകവ്വറാനി യൗമൽ ഖിയാമ, സൂര്യനും ചന്ദ്രനും ഖിയാമത്ത് നാളിൽ അതിന്റെ പ്രകാശം പൊതിയപ്പെടുന്നതാണ്, അതിന് വെളിച്ചമുണ്ടാവുകയില്ല. സൂര്യനും ചന്ദ്രനും ഒക്കെ നാളെ നരകത്തിലുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അശംസു വൽ ഖമറു സൗറാനി മുകവ്വറാനി ഫിന്നാരി യൗമൽ ഖിയാമ, സൂര്യനും ഭൂമിയും ഒക്കെ നരകത്തിൽ അതിന്റെ പ്രകാശങ്ങളൊന്നുമില്ലാതെ ഇരുട്ടുകട്ടകളായി കഷ്ണങ്ങളായി അത് അവിടെ നരകത്തിലായിരിക്കും നാളെ സൂര്യനും അതേപോലെ ചന്ദ്രനുമെല്ലാം ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് യാതൊരു വെളിച്ചവും പുറത്തേക്ക് വരികയില്ല എന്നാണ്. എത്രയാണ് നമ്മുടെ സൂര്യന്റെ വലുപ്പം? ശാസ്ത്രം അതിന്റെ വലുപ്പം കണക്കാക്കിയതനുസരിച്ച് ധാരാളം, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് മില്യൺ, അത്രയും വിസ്താരമുള്ള, അത്രയും വലിയ ചതുരശ്ര കിലോമീറ്ററുകൾ നമുക്കതിന്റെ വർണ്ണം നിർണ്ണയിക്കുന്നത് ഇവിടെ വെച്ച് കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത അത്രയും വലുപ്പമുള്ള ഈ ഒരു ഭൂമി തന്നെയും ഇത്രയുണ്ട്. സൂര്യൻ അതിനേക്കാളും എത്ര വ്യാപ്തിയുള്ളതും വലുപ്പമുള്ളതുമാണ്. ഇങ്ങനെയുള്ള സൂര്യന്മാരും ചന്ദ്രന്മാരും നക്ഷത്രങ്ങളുമെല്ലാം നരകത്തിലുണ്ട്. അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വലുപ്പം നരകത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, കാഫറുകളെ തീർച്ചയായും നിങ്ങൾ ആരാധിച്ചു പോകുന്ന നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും വിഗ്രഹങ്ങളും അതെല്ലാം നരകത്തിന്റെ വിറകാണ്. അൻതും ലഹാ വാരിദൂൻ, തീർച്ചയായും നിങ്ങൾ ആരാധിച്ചു പോകുന്ന ആ പ്രതിഷ്ഠകളുമെല്ലാം നരകത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് സൂറത്തുൽ അംബിയായിലെ 98-ാമത്തെ ആയത്തിൽ കാണാം. സൂര്യനെ ആരാധിച്ചവരുണ്ടായിരുന്നു, ചന്ദ്രനെ ആരാധിച്ചവരുണ്ടായിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിച്ചവരുണ്ടായിരുന്നു. അതെല്ലാം നരകത്തിലെ വിറകാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളാൻ മാത്രമുള്ള വ്യാപ്തിയും വിസ്താരവും ആഴവും വലുപ്പവും നരകാഗ്നിക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിന്നുള്ള നിവേദനം ഇമാം മുജാഹിദ് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു കസീർ തഫ്സീറിൽ കാണാം. അതേ ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അത്തദ്രി മാ സഅതു ജഹന്നം, ഇബ്നു അബ്ബാസ് മുജാഹിദിനോട് ചോദിച്ചു, നരകത്തിന്റെ വിസ്തൃതി എത്ര എന്ന് നിനക്കറിയാമോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, എനിക്കറിഞ്ഞുകൂടാ. ഖാല, അദ്ദേഹം പറഞ്ഞു, അജൽ, അതെ, വല്ലാഹി മാ തദ്രി, തീർച്ചയായിട്ടും നിനക്കതറിയില്ല. ഹദ്ദസത്നി ആയിഷ അന്നഹാ സഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖൗലിഹി, ഒരിക്കൽ ഖുർആനിൽ വന്ന ഒരു വചനമുണ്ട്, അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചത് അവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ആ വചനം? വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ, ഭൂമി എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അല്ലാഹുവിന്റെ ഒരു പിടുത്തം മാത്രമാണ്. വസ്സമാവാതു മത്വിയാത്തും ബിയമീനി, ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു അവയെ അവന്റെ വരങ്കരങ്ങൾ കൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നതാണ്. കാലത്ത് ആയിഷ ബി പറയാണ്, ഖുൽതു, ഞാൻ നബിയോട് ചോദിച്ചു, ഫഅൈനൻ നാസു യൗമൈദി യാ റസൂലല്ലാഹ്, ആകാശങ്ങളെ അല്ലാഹു ചുരുട്ടുകയും ഭൂമിയെ അല്ലാഹു ഒരു പിടിയിൽ ഒതുക്കുകയും ചെയ്യുമ്പോൾ ആളുകളെല്ലാം എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ജിസ്രി ജഹന്നം, നരകത്തിനു മീതെ സ്ഥാപിക്കപ്പെട്ട പാലത്തിനു മുകളിലായിരിക്കും. അത്രമാത്രം വലുപ്പമുണ്ടാകും നരകത്തിന്റെ ആഴം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാർക്ക് ഈ വിഷയം പഠിപ്പിച്ചു കൊടുത്തത്. ഇത് അതീവ ഗുരുതരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ നരകത്തിൽ മനുഷ്യരുടെ വലുപ്പം എത്രയാണ്, അവരെങ്ങനെയാണ് ആ നരകത്തിൽ വറുക്കപ്പെടുന്നത്, ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നത്, ചങ്ങലകളിൽ അവർ ബന്ധിതരാക്കപ്പെടുന്നത്, ഭാരമേറിയ ആമപ്പൂട്ടുകൾ അവരുടെ കാലുകളിൽ വീഴുന്നത്, കാലുകൾക്ക് പകരം മുഖങ്ങളിൽ നിലം കുത്തി നടക്കേണ്ടി വരുന്നത്, തൊലി ഇങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ വലിയ കട്ടിയുള്ള പുതിയ തൊലികൾ അവിടെ അവർക്ക് വീണ്ടും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഒരു ദിവസം 3 തവണയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും 3 തവണ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് റബ്ബിനോട് തേടുകയാണ് എങ്കിൽ തീർച്ചയായും നരകം തന്നെ അവർക്ക് അനുകൂലമായി റബ്ബിനോട് പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അഇദുഹു മിന്നി, എന്നിൽ നിന്ന് അവനെ രക്ഷിക്കണമേ എന്ന് നരകം തന്നെ ശഫാഅത്ത് ചെയ്യും എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ 7 തവണ,
ഒരാൾ ഒരു ദിവസം 7 തവണ അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ദുആ ചെയ്താൽ നരകം തന്നെ അവർക്ക് വേണ്ടി അല്ലാഹുമ്മ അജിർഹു മിന്നി, എന്നിൽ നിന്ന് അവനെ അല്ലാഹുവേ നീ രക്ഷിക്കണമേ എന്ന് പറയും. നരകം സത്യമാണ് എന്ന് സംശയമില്ലാതെ മനസ്സിൽ ഉറച്ച വിശ്വാസമുള്ള, പരലോകത്തെക്കുറിച്ച് യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ മാത്രമേ നരകത്തെക്കുറിച്ച് ചിന്തിക്കുകയും നരകത്തിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണയെങ്കിലും റബ്ബേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നരകത്തെക്കുറിച്ച് സംശയിക്കാതിരിക്കാനും നരകം സത്യമാണ് എന്ന് ഉറപ്പുവരുത്താനും നരകത്തിലേക്ക് പതിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ഹറാമുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാനും നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നരകത്തെ ഭയപ്പെടേണ്ടത് പ്രകാരം ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കണം, നരകത്തിൽ പതിച്ചു പോകുന്നതിനെ അങ്ങേയറ്റം ഭയപ്പെടണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി താക്കീത് ചെയ്യുന്നു. നരകത്തിൻ്റെ ആഴവും വലുപ്പവും എത്രമാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമാകാൻ തക്കവണ്ണമുള്ള വിവരണങ്ങൾ കിട്ടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന പ്രസിദ്ധമായൊരു ഹദീസുണ്ട്. ഒരിക്കൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. നബി ചോദിച്ചു, ശബ്ദമെല്ലാവരും കേട്ടു, ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവർ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനും അറിയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഹജറുൻ ഉറുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫൻ. ഇത് നരകത്തിന്റെ വക്കിൽ നിന്ന് നരകത്തിന്റെ ആഴത്തിലേക്ക് പൊട്ടി വീണ ഒരു കല്ല് അതിന്റെ അടിത്തട്ടിലെത്തിയ ശബ്ദമാണ്. നരകം ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകാഗ്നിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർഗവും ഒക്കെ നേരത്തെ സൃഷ്ടിച്ചു വെച്ചു. കാഫറുകൾക്ക് വേണ്ടി നേരത്തെ സജ്ജമാക്കപ്പെട്ടതാണ് നരകം. അപ്പോൾ നരകം അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥാനത്തുണ്ട്. ആ നരകത്തിന്റെ വക്കിൽ നിന്ന് പിന്നെ കല്ലുകൾ അടർന്ന് ഇടക്കിടക്ക് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നരകത്തിന്റെ വക്കിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണ കല്ല് അത് 70 വർഷം സഞ്ചരിച്ചിട്ടാണ് അതിന്റെ അടിയിലെത്തിയത്. 70 വർഷം അത് അടിയിലെത്തിയ ആ വീണ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഫലഹുവ യഹ്വി ഫിന്നാരിൽ ആൻ ഹീന ഇൻതഹാ ഇലാ ഖഅരിഹാ. അത് അതിന്റെ ആഴത്തിലേക്ക് എത്തുന്നതുവരെ അതിങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. 70 മുൻദു 70 ഖരീഫൻ 70 ഗ്രീഷ്മം മുമ്പ് നരകത്തിലേക്ക് വീണ ഒരു കല്ലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹ് മുസ്ലിമിൽ കാണാം. നരകത്തിന്റെ ചൂട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ് ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട്. നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ നിങ്ങളുടെ അടുപ്പിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ തീയിന്റെ 70 മാത്രമാണ്. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ചൂടെടുത്താൽ അതിന്റെ 70 നമ്മുടെ സ്വന്തം വീടുകളിൽ നമ്മൾ കത്തിക്കുന്ന അടുപ്പുകളിൽ ഉള്ളത് എന്ന് വേറെ ചില റിപ്പോർട്ടിൽ 69, അതായത് ഇതിലേക്ക് 69 കൂടി ചേർന്നതാണ് നാളെ നരകത്തിന്റെ തീയിന്റെ ചൂട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചൂടിനെ കുറിച്ച് പറഞ്ഞു. ഇനി നരകത്തിൽ തണലുണ്ട്. തണലെന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ ഒരു പരാമർശമാണ്. എന്നാൽ നരകത്തിന്റെ തണലെന്ന് പറഞ്ഞാൽ ആശ്വാസമല്ല. നരകത്തിൽ പൊതുവെ ചൂടാണ്, അതിനു പുറമെ അവിടുത്തെ തണലിന്റെ ചുവടിലേക്ക് വന്ന ആ ചൂട് ഇരട്ടിയാകും. ചൂടിന്റെ തണലാണ്. കാണുമ്പോൾ അത് തണലായിട്ട് തോന്നും, മനസ്സിലായില്ലേ? മേഘപടലങ്ങൾ പോലെ ഇരിക്കും, കറുത്ത മേഘങ്ങൾ പോലെ ഇരിക്കും, പക്ഷെ അത് ചാരമാണ്, അതിനകത്ത് തീക്കട്ടകളാണ്. അങ്ങനെയാണ് ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദി സലാസി ശുഅബ്, 3 ഇഴകളായി പിരിഞ്ഞു വരുന്ന നരകത്തിന്റെ തണലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്നാണ് കാഫിറിനോട് പറയുന്നത്. ലാ ദലീലിൻ, അത് നിങ്ങൾക്ക് തണൽ നൽകുന്നതല്ല. വലാ യുഗ്നീ മിനൽ ലഹബ്, നരകത്തിന്റെ ജ്വാലകളിൽ നിന്ന് ആ തണൽ നിങ്ങൾക്ക് ഫലം ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ ചൂടിലാക്കണം. ഇത് സൂറത്തുൽ മുർസലാത്ത്. സൂറത്തുൽ വാഖിഅയിൽ കാണാം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം.
തണുപ്പോ ആശ്വാസമോ പകരാത്ത കരിമ്പുകയിൽ നിന്നുള്ള തണൽ. നരകത്തിന് തണലുണ്ട്, നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും തണലാണെന്ന് വിചാരിക്കും, പക്ഷെ അത് കരിമ്പുകയാണ്, തീക്കട്ടകളാണ് അതിനകത്തുള്ളത്. അതിൻ്റെ തണൽ എന്ന് വിശ്വസിക്കുന്ന ഭാഗം പോലും അത്യുഷ്ണത്തെ വമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. നരകത്തിൽ കാറ്റുണ്ട്, പക്ഷെ സ്വർഗത്തിലെ കാറ്റുകൾ പോലെ അത് തഴുകിയിട്ട് നമുക്ക് ആശ്വാസം നൽകുന്നില്ല, അതിൻ്റെ ചൂടിന് ആശ്വാസം പകരുന്നില്ല. നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടിനെ ഇരട്ടിപ്പിക്കുന്ന തീക്കാറ്റുകൾ മാത്രമാണ് നരകത്തിലുള്ളത്. ഇടതിന്റെ ആളുകൾ, നരകത്തിന്റെ ആളുകളെ അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. കാരണം അവർ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കും, ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കും, അവർ ഇടതിനെ മുന്തിക്കും. ഇബ്ലീസ് അങ്ങനെയാണല്ലോ, പള്ളിയിൽ കയറുമ്പോൾ ഇടത്തെ കാല് വെച്ച് കയറും. ഇതൊന്നും മനഃപൂർവ്വം നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, അറിയാതെ ചെയ്താൽ അള്ളാഹു പുറത്തു തരട്ടെ. വലതിനെ മുന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥ, കാരണം നമ്മൾ അസ്ഹാബുൽ യമീനാണ് സ്വർഗത്തിന്റെ ആളുകൾ. നരകത്തിന്റെ ആളുകൾ അസ്ഹാബു ശിമാൽ എന്ന് പരിചയപ്പെടുത്തി. ഫീ സമൂമിൻ വഹമീം, അവർ തുളച്ചു കയറുന്ന കാട്ടുകളിലും ചൂടേറിയ പാനീയത്തിലുമായിരിക്കും. ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന അത്യുഷ്ണമുള്ള കാറ്റിലായിരിക്കും അവരുണ്ടാവുക. അവരാകട്ടെ അവർ നീന്തി തുടിക്കുന്നത് ഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലാണ്. അവർ നാളെ ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് നരകത്തിലുണ്ടാവുക. സൂറത്തുൽ വാഖിയയിലെ 42-ാമത്തെ ആയത്തിൽ കാണാം. നരകത്തിന്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തന്നെയാണ് നരകത്തിൽ കത്തിക്കുന്നത്. കൂടെ ഗന്ധക കല്ലുകളാണ്. മനുഷ്യരും ജിന്നുകളും പാപികളായ അത്തരം ആളുകൾ, ഖുർആൻ പറഞ്ഞു ഫത്തഖുന്നാർ, നരകത്തെ സൂക്ഷിക്കണം. അല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിന്റെ വിറക് മനുഷ്യരും കല്ലുകളുമാണ്. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, നരകം കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ 24-ാമത്തെ ആയത്ത്. എന്താണ് വഖൂദുഹന്നാസു വൽ ഹിജാറ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഹിജാറത്തു മിൻ കിബ്രീത്തിൻ, ഗന്ധകത്തിന്റെ കല്ലുകളാണ്. കിബ്രീത്ത് ഗന്ധകത്തിന്റെ കല്ല്. ഖലഖഹ അല്ലാഹു ഇൻദഹു കമാശ, അള്ളാഹുവിന്റെ അരികിൽ അവൻ ഉദ്ദേശിച്ച പ്രകാരം പൊട്ടിച്ചിതറുന്ന സ്ഫോടനമുണ്ടാക്കുന്ന കല്ലുകളാണ് നരകത്തിൽ അവൻ ഉദ്ദേശിച്ച പ്രകാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് പരിചയപ്പെടുത്തിയത്. ഇത്രമാത്രം കഠിനവും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതും അതിനപ്പുറമുള്ളതുമായ യാതനകളും വേദനകളും സങ്കടങ്ങളും ഇരുട്ടും അപമാനവും മാത്രം നിറഞ്ഞ ആ നരകം സത്യമാണ്. അതിനെക്കുറിച്ച് ഓർക്കുകയും നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ നിലവാരം, നമ്മുടെ രീതികൾ ഇതെല്ലാം തന്നെ സ്വർഗം നേടാൻ തക്കവണ്ണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം ക്രമീകരിക്കണം. അതിന് നന്നായിട്ട് ദീന് പഠിക്കണം, ദീന് പഠിക്കാൻ സമയം കണ്ടെത്തണം. പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നരകം എന്ന യാഥാർത്ഥ്യം, അതിൻ്റെ കെടുതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ആ നിലവാരത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള മഹാഭാഗ്യവും അറിവും തഖ്വയും നമ്മുടെ അവസാന ശ്വാസം വരെയും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗം കൊണ്ട് വിഷമിച്ച് നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരും അല്ലാത്തവരും ആശുപത്രി കിടക്കകളിലുള്ളവർ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وآخر دعوانا أن الحمد لله.